ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോഷ്യൽ മീഡിയ വഴി ഒരു പാസ്റ്ററുടെ പ്രസംഗം വളരെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായിട്ട് അങ്ങനെയുള്ള ദൂത് കൊടുക്കുന്നത് നല്ലതാണെന്ന് ഒരു വിഭാഗവും, എന്നാൽ പരസ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് മറ്റൊരു വിഭാഗവും, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു കാലയളവിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് സംശയം തോന്നും. കേരളത്തിലെ ചില കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു KSRTC ബസ്സിൽ മാസ്ക് ധരിച്ച് വയ്യാതെ ലീവ് എടുത്തു വന്ന ഒരു പെൺകുട്ടിക്ക് 18 രൂപ GPay ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആ വഴിയിൽ ഇറക്കി വിട്ട ഒരു സംഭവം നമ്മൾ കേൾക്കുകയുണ്ടായി. ആ ബസ്സിൽ ആ കണ്ടക്ടർക്ക് എടുത്തു കൊടുക്കാമായിരുന്നു 18 രൂപ. അതല്ല എങ്കിൽ അവിടെയുള്ള ആ ബസ്സിലെ യാത്രക്കാർക്ക് ആർക്കെങ്കിലും ആ പെൺകുട്ടിയെ സഹായിക്കാമായിരുന്നു. ആരും സഹായിച്ചില്ല. അതുകൂടാതെ മറ്റൊരു സംഭവം നാം കണ്ടത്, ഒരു പെൺകുട്ടി ബസ്സിലിരുന്ന് ഒരു അശുദ്ധാത്മാവ് ബാധിച്ച് അത് അവിടെ കിടന്ന് അലറുകയും നിലവിളിക്കെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ബസ്സിലുള്ള യാത്രക്കാരെല്ലാം പുറത്തിറങ്ങിയെന്ന് വീഡിയോ ചെയ്യുകയും പലതരത്തിലുള്ള വിമർശനങ്ങൾ, അവൾക്ക് 2 കൊടുത്താൽ മതിയാവും, കഞ്ചാവ് അടിച്ചിട്ടാണെന്ന് ഒരു വ്യക്തിയുടെ ആ പെർഫോമൻസ് കണ്ടാൽ മനസ്സിലാകും അതെന്താണ് എന്നുള്ളത്. അതൊരു അശുദ്ധാത്മാവ് ബാധിച്ചിട്ടാണ് കാണിക്കുന്നതെന്ന് നമുക്ക് സാധാരണ ഒരല്പം പരിജ്ഞാനമുള്ളവർക്കൊക്കെ അത് മനസ്സിലാകും. എന്നാൽ ഒരാൾ ചെന്ന് സ്നേഹത്തോടെ അതിന് ചെന്ന് കൈപിടിച്ചിറക്കി അതിനെ ഒന്ന് കെയർ ചെയ്യാനുള്ള ശ്രമമൊന്നും നടത്തുന്നതായിട്ട് കാണുന്നില്ല. ജനം തങ്ങളുടേതായ കാര്യങ്ങളല്ലാതെ മറ്റൊന്നിലും ഇടപെടാതെ മാറി നിൽക്കുന്ന നമ്മൾ ഒരു അപകടം, ഒരു അനർത്ഥമൊക്കെ വരുമ്പോൾ നമ്മൾ സഹായിക്കേണ്ട ആളുകളല്ലേ. മറ്റുള്ള 2 ആളുകൾ നമ്മൾ വഴക്ക് കൂടുകയാണെങ്കിൽ നമ്മളവിടെ പോയി ഇടപെടണ്ട. എന്നാൽ ഒരാപത്ത്, ഒരനർത്ഥം, ഒരു സഹായത്തിൻ്റെ ആവശ്യമൊക്കെ വരുമ്പോൾ നമ്മൾ പോയി സഹായിക്കേണ്ട ആളുകളല്ലേ. എന്നാൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ പാസ്റ്റർ ഈ പ്രസംഗം നടത്തുമ്പോൾ ആ വേദിയിൽ കുറേ പാസ്റ്റർമാരിയ്ക്കുന്നുണ്ട്. അവരാരും അദ്ദേഹത്തെ വിലക്കുകയോ താക്കീത് ചെയ്യുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ സംതൃപ്തമായ ദൂത് കൊടുക്കണമെന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ഒരു പരസ്യമായിട്ട് സംസാരിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഭയ്ക്കുള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു പരിജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. അതില്ലാതെ നമുക്ക് തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതല്ല സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ തിരുവഴുത്തുകൾ സുവിശേഷ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക? നാം അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അവർ ഏതെങ്കിലും സഭയുടെ ആട്ടുകല്ലിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടോ മണ്ണാങ്കട്ട എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ടൊന്നുമല്ല അവർ സുവിശേഷ പ്രവർത്തനം നടത്തിയിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ അർത്തമീസ് മഹാദേവിയുടെ ഏഷ്യ മൈനറിലെ എഫെസോസ് പട്ടണത്തിലേക്ക് അദ്ദേഹം ചെല്ലുകയുണ്ടായി. അവിടെ ആയിരക്കണക്കിന് ദേവദാസിമാർ വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അമ്പലത്തിൽ അന്നത്തെ ലോക മഹാതിശയങ്ങളിലൊന്നായ ദ്യോവിൽ നിന്ന് വീണ് കിട്ടിയ ബിംബം എന്നറിയപ്പെടുന്ന അർത്തമീസ് മഹാദേവിയുടെ ശരീരം മുഴുവൻ സ്ഥലങ്ങളാൽ നിർമ്മിതമായ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി അദ്ദേഹം സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ അദ്ദേഹം സുവിശേഷ പ്രവർത്തനം നടത്തിയപ്പോൾ ചില അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. അതായത് അദ്ദേഹം അർത്തമീസ് ദേവിയെ കുറ്റം പറഞ്ഞുവെന്നും വിഗ്രഹം ഏതുമില്ല എന്നും പറഞ്ഞ് അവിടെ തൊഴിൽക്കാർക്ക് ലാഭം ഉണ്ടാക്കി വന്ന ദെമത്രിയോസ് എന്ന് പറയുന്ന ഒരു തട്ടാൻ ആളുകളെ ഇളക്കി വിട്ടത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പൗലോസ് ഒരിക്കൽ പോലും അർത്തമീസ് മഹാദേവിയെക്കുറിച്ചോ ക്ഷേത്രത്തെക്കുറിച്ചോ മോശമായി പറയുന്നൊന്നും നമുക്കവിടെ കാണുന്നില്ല. നാം അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോഴൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഒരു സംതൃപ്തമായ ദൂത് കൊടുക്കേണ്ട ആവശ്യം ഓരോ സുവിശേഷ പ്രവർത്തകനും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിതൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കൊടുവാളുമായിട്ട് നിന്നവൻ്റെ അടുക്കൽ പോയി ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അവനൊന്നും ചെയ്തില്ല. അവൻ്റെ മുമ്പിൽ നിന്ന് സുവിശേഷം അറിയിച്ചിട്ട് ഞാൻ പോന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ സംസാരിച്ചത് ഞാനായിരുന്നു. അപ്പോൾ നമുക്ക് ദൈവകൃപയിൽ നിന്ന് പറയേണ്ട ഒരു കാര്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമ്മൾ കുറേ ആർജവത്തോടു കൂടി കുറേ എനർജി എല്ലാം സമ്പാദിച്ച് കുറേ സമുദായക്കാരെയും മതവിഭാഗങ്ങളെയും കുറ്റം പറയുന്നതൊന്നും അല്ല സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. സംതൃപ്തമായ ദൂത് കൊടുക്കണം. പരിജ്ഞാനമുള്ള, ഇന്ന് പല സഭകളിലും വിശ്വാസികൾക്കുള്ള പരിജ്ഞാനം പോലും പാസ്റ്റർമാർക്കില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വാസികൾക്കുള്ള പരിജ്ഞാനം പോലും ഇല്ലാത്ത സഭാ പാസ്റ്റർമാരെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ സഭാ പാസ്റ്റർമാരെ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഉള്ളത് പറയുന്നത് കുറ്റമായി തീരുക ഇല്ലല്ലോ, ഉള്ളതാണ് പറയുന്നത്. കാരണം അവർ വിശ്വാസികളെക്കാൾ കൂടുതൽ വളർന്നവരായിരിക്കണം, വിശ്വാസികളെക്കാൾ കൂടുതൽ മുന്നോട്ട് പോയവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു സഭയെ പരിപാലിക്കാനും അതിനെ നടത്തുവാനും കഴിയുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് അവർ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ ഈ പാസ്റ്ററുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം വളരെ സ്നാനത്തൊട്ടിയെക്കുറിച്ച്, ഇതൊക്കെ ശരിയാണ്, അതൊക്കെ സംവദിക്കേണ്ട ഇടങ്ങളുണ്ട്, അവിടെ അത് സംവാദിക്കാം. പൗലോസ് അപ്പോസ്തലൻ എന്താണ് ചെയ്തത്? അവൻ മറ്റേ പള്ളികളിൽ പോയി അതെല്ലാം ചെയ്യുന്നത്, സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് ഒരു വേദിയുണ്ട്. എന്നാൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് പബ്ലിക്കായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 19-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ
37-ാമത്തെ വാക്യത്തിൽ അവിടെ ആസ്യാധിപന്മാരെന്ന് പറയുന്ന ധർമ്മസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. പൗലോസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ പൗലോസ് നേരിട്ട് ചെല്ലാൻ പോയതാണ്, പക്ഷേ അവൻ്റെ ശിഷ്യന്മാർ അവനെ തടഞ്ഞു, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് തടഞ്ഞു. അതിനുശേഷം പിന്നീട് അവിടെ എത്തിക്കുകയാണ്. അവിടെ എത്തിക്കുമ്പോൾ അവിടെ വന്ന ജനക്കൂട്ടത്തോട് അർത്തമീസ് മഹാദേവി ആളുകളിങ്ങനെ മറ്റുള്ളവരെ പ്രകോപിപ്പിച്ച് വിടുന്ന ആളുകളുണ്ടല്ലോ, പക്ഷെ അവിടെയൊക്കെ ഈ പൗലോസ് അപ്പോസ്തലനെ അറിയാവുന്ന ആസ്യാധിപന്മാരായിരിക്കുന്ന ആ ധർമ്മസ്ഥലത്തെ അതിൻ്റെ മെയിൻ ആളുകൾ അവർ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ അപ്പോസ്തലരുടെ 19-ാം അധ്യായത്തിന് 37-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നുവല്ലോ, അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും എല്ലാവൻ്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്, ദേശാധിപതികളുമുണ്ട്, തമ്മിൽ വ്യവഹരിക്കട്ടെ. വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിൽ തർക്കസഭയിൽ തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലാകിയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാനിടയുണ്ട്. സ്പഷ്ടം, ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറയുവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവർ സഭയെ പിരിച്ചുവിട്ടു. അപ്പോൾ സംതൃപ്തമായ ദൂത് കൊടുക്കണം. അവിടെ നമുക്കറിയാം അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന, ദുരാചാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ അവിടെ പിശാചുക്കൾ ഇളകി, പല അത്ഭുതങ്ങൾ നടന്നു. അനേക മന്ത്രവാദികൾ വന്ന് തങ്ങളുടെ പുസ്തകങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു. അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും അവിടെ ക്ഷേത്രത്തിലുള്ള ദേവിയെ കുറ്റം പറയുന്നില്ല. അർത്തമീസ് മഹാദേവിയെക്കുറിച്ച് നമ്മൾ പുസ്തകപ്രവർത്തനങ്ങളിൽ പല ഭാഗത്തും പഠിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല, അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരുമല്ല. അവർ ക്ഷേത്രത്തെക്കുറിച്ചോ ദേവിയെക്കുറിച്ചോ നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് എന്താ? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയേണ്ടത്. നാം സംതൃപ്തമായ ദൂത് കൊടുക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. 2 മാസം മുമ്പ് ഒരു രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ അദ്ദേഹം വിളിക്കുകയുണ്ടായി. വിളിച്ച് അദ്ദേഹത്തിന് ഒരു വിടുതൽ ലഭിച്ചു, രക്ഷയിലേക്ക് അദ്ദേഹം വരുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷേ അദ്ദേഹം അതിനുശേഷം പറഞ്ഞൊരു കാര്യം, ഞാൻ താങ്കളെ തെറി പറയാനായിട്ടാണ് വിളിച്ചത്. എന്നെ തെറി പറയാൻ വിളിച്ചവനെ കണ്ട് തെറി പറയിക്കാതെ സുവിശേഷം കേൾക്കുകയും അവൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ ജനുവരി 1-ാം തീയതി ആ ബ്രദർ സ്നാനപ്പെട്ടു. കൊല്ലത്ത് ഉള്ള ജെയ്സൺ എന്ന് പറയുന്ന ബ്രദറാണ്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ അയച്ചു തരാം. അതായത് അദ്ദേഹം സ്നാനപ്പെടുന്ന വീഡിയോ അയച്ചു തരാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ദൈവം അനുവദിച്ചാൽ ഈ ചാനൽ വഴി അത് സംരക്ഷണം ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ തെറി പറയാൻ വിളിക്കുന്നവരുണ്ടാകാം, പല രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. പക്ഷേ നമ്മുടെ ഭാഗത്ത് ഒരു കുറ്റം വരാത്ത രീതിയിൽ സംതൃപ്തമായ ദൂത് കൊടുക്കുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും കൃപയിലും വേണം സുവിശേഷ ദൂതുകളെ അറിയിക്കുവാൻ. നമ്മളെ അലറി വിളിച്ചുകൊണ്ടൊന്നും ഒരാളും രക്ഷിക്കപ്പെടാനായിട്ട് പോകുന്നില്ല. അത് കുറച്ച് ശത്രുക്കളെ ഉണ്ടാക്കി വയ്ക്കാമെന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളെയോ പള്ളികളെയോ സമുദായങ്ങളെയോ ഒന്നും കുറ്റപ്പെടുത്തുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ, ഞാൻ ഈ ചെറുപ്പക്കാരൻ എന്നെ രാത്രി വിളിക്കുമ്പോൾ, അന്ന് രാത്രി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ തിരിച്ചു വിളിച്ചു. പക്ഷേ അവൻ എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസമാണ് സംസാരിക്കുന്നത്. പിറ്റേ ദിവസം സംസാരിക്കുമ്പോൾ അവൻ തെറി പറയാൻ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ ഞാൻ അവൻ എന്നോട് പറഞ്ഞ അവൻ 9 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുള്ളതാണ്. ഈ 9 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ട് അവൻ കണ്ടെത്തിയത് യേശുക്രിസ്തു ഒന്നും ജീവിച്ചിരുന്നിട്ടില്ല, അതൊക്കെ കെട്ടുകഥയാണ്, ബൈബിളൊക്കെ വെറും തല്ലിപ്പൊളിയാണ്, തട്ടുപൊളിയാണ് എന്നെല്ലാം പറഞ്ഞ് ഒരു നിരീശ്വരവാദിയായിട്ടാണ് അവൻ സംസാരിച്ചത്. എന്നാൽ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, ശരി നമുക്ക് ബൈബിൾ മാറ്റിവെക്കാം, നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. ചരിത്രത്തിൽ യേശു ജീവിച്ചിരുന്നിട്ടുണ്ടോ? AD എന്നും BC എന്നും പറയുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? എന്തായാലും അവൻ സറണ്ടറായി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ മുട്ടുകൾ അവൻ മടക്കി, മുഴങ്കാൽ മടക്കി ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ അവൻ യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ ഇടയായിട്ട് തീർന്നു. അതിനുശേഷം അവനൊരു സഭയിലേക്ക് പറഞ്ഞു വിട്ടു. ആ സഭയിൽ ചെന്ന പാസ്റ്റർ കുറച്ച് പരിജ്ഞാനക്കുറവുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ പോകേണ്ടതെന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ആ സഹോദരൻ കഴിഞ്ഞ 1-ാം തീയതി സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഞാനത് വലിയ കാര്യം ചെയ്തതായിട്ട് പറയുകയല്ല. നാം പറയുന്ന ദൂതുകൾ സംതൃപ്തമായ ദൂതായിരിക്കണം. ഏതൊരു വ്യക്തിയോട് സംസാരിക്കുവാനും ദൈവം നമുക്ക് കൃപ തരും. നാം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാം ദൈവത്തിൽ ആശ്രയിച്ച് സംസാരിക്കണം. വെറുതെ കുറേ പ്രകോപനം ഉണ്ടാക്കി പ്രസംഗം നടത്തിയതുകൊണ്ട് കുറേ വിദ്വേഷം വരുത്തി വയ്ക്കാമെന്നല്ലാതെ നമുക്ക് സുവിശേഷ പ്രവർത്തനം എങ്ങനെയാണെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പോസ്തലന്മാർ എങ്ങനെയാണ് സുവിശേഷം അറിയിച്ചത്? അവർ തിരുവെഴുത്തുകളെ ആസ്പദമാക്കിയാണ് സുവിശേഷം പറഞ്ഞത്. വെറുതെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വളച്ച് ഒടിച്ച് മനുഷ്യനെ പ്രകോപിപ്പിക്കുന്നതല്ല സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. സംതൃപ്തമായ ദൂത് കൊടുക്കുവാൻ ഓരോ പാസ്റ്റർമാർക്കും ഓരോ സുവിശേഷകന്മാർക്കും ഓരോ വിശ്വാസികൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യം ഞാനും എനിക്ക് ലഭിച്ച ദൈവകൃപയിൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. വരുന്നാളുകളിൽ നമുക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങയുടെ ദാസന്മാർ ചെയ്തതുപോലെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണുള്ള അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് അധികമായിട്ട് നൽകണമേ കർത്താവെ. സംതൃപ്തമായ ദൂത് കൊടുക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. അതുപോലെ തന്നെ
ഞങ്ങൾ പറയുന്ന സുവിശേഷത്തോടൊപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ കർത്താവ്, വിവിധ വീരപ്രവർത്തികൾ നടക്കട്ടെ കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ വചനത്തെ ഉറപ്പിച്ച് ഈ നാളുകളിൽ കർത്താവിൻ്റെ വചനം മുഴുകി ചെല്ലുവാൻ തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേട്ട ഓരോരുത്തരെ അനുഗ്രഹിക്കണം, അടിയനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.